എക്സ്പോയിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന സഹകരണ ഫെഡറേഷന്റെ ഒരു സ്റ്റാളിലാണ് നമ്മളുള്ളത്. മറ്റ് അനവധി സ്റ്റാളുകളെ പോലെ തന്നെ നിരവധി വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പ്രധാനമായും ആയുർവേദ ഉൽപ്പന്നങ്ങൾ, വനവിഭവങ്ങൾ ഉൾപ്പെടെ സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റാളാണ്. അതായത് നമ്മുടെ തനത് വിഭവങ്ങൾ നമുക്ക് ആ രീതിയിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമായും ഈ സ്റ്റാളിന്റെ ലക്ഷ്യം. ഡോക്ടർമാരുടെ സേവനം പല സമയങ്ങളിലായി കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ മരുന്നുകളും, എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ലഭ്യമാണ്. ശരിക്കും അതല്ല ഇതിന്റെ പ്രത്യേകത. നമുക്കിപ്പോൾ ശ്രീകാന്ത് ടി നായരുണ്ട്. അദ്ദേഹത്തെ ഒരുപക്ഷെ മിനി സ്ക്രീനിൽ നിങ്ങൾക്ക് പരിചയമായിരിക്കും. പക്ഷേ SC ഫെഡറേഷന്റെ MD എന്നൊരു ഡെസിഗ്നേഷൻ ഒരുപക്ഷെ അധികം ആർക്കും അറിയില്ല. സ്വാഗതം സർ. നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഭൈരവൻ അല്ലേ? ഭൈരവനാണ്. SC ഫെഡറേഷന്റെ MD ആണ്. 40 വർഷത്തെ സർവീസ്, 36 വർഷം, ഏകദേശം 40 വർഷത്തോളമുള്ള സർവീസാണ് അദ്ദേഹത്തിനുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ സർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. ഇത് SC ഫെഡറേഷന്റെ ഓൺ കൗണ്ടറാണ്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വനവിഭവങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ടെടുത്ത് നമുക്ക് മാത്രമാണ് ഫോറസ്റ്റിൽ നിന്ന് വനവിഭവങ്ങൾ കളക്ട് ചെയ്യാനുള്ള പെർമിഷൻ സർക്കാർ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഞങ്ങളുടെ തേനെന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനലാണ്, സാധാരണ ഉള്ളതുപോലെ അല്ല. ഇതിനകത്ത് വേറെ ഒരു കലർപ്പും ഇല്ലാത്ത ഒറിജിനൽ ഇതാണ്. മാർക്കറ്റിൽ ശർക്കര കലക്കിയാണ് വരാറ്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് വേറെ ഒരു കെമിക്കൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് വനമാലിക എന്നുള്ള ബ്രാൻഡിങ്ങിലാണ് നമ്മൾ ഈ തേൻ വിടുന്നത്. ഏറ്റവും കൂടുതൽ വനമാലിക, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഞങ്ങളുടെ ഈ തേനിനാണ്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇന്നലെ ഏതാണ്ട് 25,000-ന് മുകളിൽ കച്ചവടം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കീഴിൽ 6 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ എല്ലാ ഡോക്ടേഴ്സിനും നമ്മളിവിടെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഡോക്ടർ അരുൺ പോൾ എന്നെനിക്ക് കാണട്ടെ, ഞങ്ങളെ തമാശയ്ക്ക് അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ ഡോക്ടറാണ്. ഡോക്ടർ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടറിന് 6-7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടറാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പിന്നെ എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിസിനസ് മാനേജറാണ്, മിസ്റ്റർ അലക്സാണ്ടർ. ഇദ്ദേഹമാണ് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഈ SC ഫെഡറേഷന്റെ കംപ്ലീറ്റ് ബിസിനസ്സുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ നിയന്ത്രിക്കുന്നതും മിസ്റ്റർ അലക്സാണ്ടറാണ്. അത് നമുക്ക് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് തന്നെ ഉണ്ട്. അതിന് ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലമാണ് നമുക്ക് തൃശ്ശൂരുള്ളത് സ്വന്തമായിട്ട്. അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പേറ്റന്റ് ഉള്ള 5 മരുന്നുകൾ നമുക്കുണ്ട്. അതുപോലെ ഡയബറ്റിക്സിന് പ്രധാനമായിട്ട് നമുക്ക് ഡയബറ്റിക്സിന് കഴിക്കാവുന്ന മരുന്നുണ്ട്. ഡയബറ്റിക്സിന് ഏറ്റവും സിദ്ധൌഷധം എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ അവകാശവാദവുമായി വരുന്നിടത്താണ് ഏറെ എഫക്റ്റീവായ സെക്ഷൽ റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾക്കുള്ള ഈ പേറ്റന്റ് ഉള്ള ഈ മെഡിസിൻ ശരിക്കും ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഒറ്റമൂലി എന്ന തരത്തിൽ കൂടിയാണ് ഇത് മാർക്കറ്റുകളിലേക്ക് വരുന്നത്. ഹണിയെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ, മായമില്ലാത്ത ശർക്കര ചേർത്ത ഹണി മാർക്കറ്റിൽ വരുമ്പോൾ അതിന് സമാന്തരമായി പ്യുവർ ഹണി എന്ന് മാത്രമല്ല, ഈ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്ന ഹണീസിൽ പലതും ഈ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ മരങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാക്കുന്നതാണ്. ശരിക്കും ഒരു വനവിഭവമായി തന്നെ ശേഖരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും വനവിഭവമായി തന്നെ ശേഖരിക്കുന്ന വനമാലിക എന്ന ബ്രാൻഡിലാണ്. അതായത് മൈഗ്രെയിൻ അടക്കമുള്ള പ്രോബ്ലങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈ കാട്ടുള്ളി അല്ലേ? കാട്ടുള്ളി കൊണ്ടുള്ള ഈ പ്രോഡക്റ്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ഐറ്റംസിൽ മറ്റൊന്ന് പിണ്ണതൈലമാണ്. പിണ്ണതൈലം ജഗതി പറയുന്ന പോലെ ജഗതി പറഞ്ഞ അതേ പിണ്ണതൈലം തന്നെയാണ്. പക്ഷേ ഇതിന്റെ യൂസ് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഡോക്ടർ ശരിക്കും ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? പിണ്ണതൈലം കൂടുതൽ ഗൗട്ടി ആർത്രൈറ്റിസിനാണ് ഉപയോഗിക്കുക. ഗൗട്ടി ആർത്രൈറ്റിസിന് ഇപ്പോൾ വേനൽക്കാലത്ത് വരുന്ന നമ്മുടെ കാലൊക്കെ ചുട്ടുകൊള്ള, കാലിന്റെ സൈഡൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പിണ്ണതൈലം. എന്നാലും വനവിഭവങ്ങളിൽ ഇത്രയും വൈവിധ്യവും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും ഒരു വലിയ മിഷനാണ്. വളരെ വളരെ നന്ദി ശ്രീകാന്ത് ടി നായർ. TR നായർ. TR നായർ. ജിം ബൂംബ.